എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 5 മിനിറ്റ് കൊണ്ട് 3 ചേരുവയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ ഒരു പാൽപ്പേടയുടെ റെസിപ്പിയാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായി ഒരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും വെള്ളവും കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് പാനിയാക്കി എടുക്കണം. ഒരു നൂൽ പരുവൊന്നും ആകണ്ട, നല്ല പോലെ യോജിച്ച് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ 1 മിനിറ്റ് സമയം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2-3 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റാനായിട്ട് മറന്നു പോകരുത്. ഇനി പാൽപ്പൊടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് തീ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ടും യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ദാ ബാക്കി പാൽപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് നല്ല പോലെ യോജിപ്പിച്ചതിന് ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് ഓണാക്കി എടുക്കണം. ഇപ്പോൾ ദാ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഓണാക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒരു 2-3 മിനിറ്റ് സമയം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത് പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ഒരു പരുവാകുന്നിടം വരെ വേണം ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് മതിയാകും ഇതുപോലെ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവരുന്നൊരു പരുവം ആക്കുന്നതിന്. ഇപ്പോൾ ഇതാ നല്ല പോലെ പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഒത്തിരി സമയത്ത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യരുത്, അപ്പോൾ പാൽപ്പൊടി ചിലപ്പോൾ കരിഞ്ഞ അതിൻ്റെ കളറൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. പാനിൽ വെക്കരുത്, അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും. ഇനി ഒരു 2 മണിക്കൂർ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ചൂടാണെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല. ഇപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല എളുപ്പമാണിത് നല്ല പോലെ കുഴച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് പേടയ്ക്ക് ഒട്ടും ക്രാക്കില്ലാതെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതെല്ലാം ഒരേ സൈസിൽ കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തതേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാവുന്നതാണ്. കയ്യിൽ കുറച്ചൊന്ന് നെയ്യ് പുരട്ടിയാൽ പേടയ്ക്ക് നല്ലൊരു ഗ്ലേസിങ്ങും ഒട്ടും ക്രാക്കില്ലാതെയും നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഫിംഗർ വെച്ചിട്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കിയെടുക്കാം. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിസ്തായോ ബദാമോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കിതുപോലെ ഒടിച്ചെടുക്കാവുന്ന ഒരു പരുവത്തിലോട്ട് ഇതായിട്ടുണ്ടാകും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയ ഒരു പേടയുടെ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്